ഒരു പന്തലൊക്കെ ഇട്ടപ്പോൾ നല്ല ഇപ്രാവശ്യം പന്തലിട്ട് കറക്റ്റ് നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് അല്ലേ? നല്ല തണുപ്പുണ്ട് പന്തലിൻ്റെ. നമ്മൾ രാവിലെ തന്നെ പന്തലിട്ടോണ്ടേ വെയിലൊന്നും ഉള്ളിക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഒരാശ്വാസം ചൂടിനൊക്കെ. ഇന്ന് അധികം ചൂടെടുത്തിട്ടില്ല ഇങ്ങോട്ട്. എന്നാൽ നല്ല രസമുണ്ട് പന്തലിട്ടപ്പോൾ. അവിടെ അവിടെ ലൈറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പന്തലിട്ടപ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ നല്ല സ്ഥലം പോലെ അല്ലേ? നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്. നാളേക്ക് വേണ്ടി സദ്യ നാളെ അവിടെ ആകെ അതറിയത്തുള്ളൂ എപ്പോഴാണ് സദ്യ കഴിക്കാറുള്ളത്. സദ്യ നാളെ. നാളത്തെ പ്രോഗ്രാം സ്റ്റാർട്ടായില്ലേ? അതെ, വെള്ളം എപ്പോ വേണേലും കുടിക്കാം. എപ്പോ വേണേലും കുടിക്കാം. ഹലോ, അപ്പോൾ ഇന്നാണ് നമ്മുടെ നിധിമോളുടെ നൂലുകെട്ട് ചടങ്ങ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും 2 ദിവസമായിട്ട് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാത്തിരുന്ന ദിവസം വന്നു. അപ്പോൾ ഞങ്ങളുടെ ചടങ്ങുകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫുഡ് മുഖ്യം പിക്കില്ലേ? ഫുഡാണ് നമുക്ക് വേണ്ടത്. കഴിച്ചോ? കേറ്റി നോട്ടെ പിന്നടി. കുഞ്ഞ് സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മിനിമലായിട്ടാണ്. ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ചെറുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. വളരെ മിനിമലായിട്ട്. രാവിലെ ലൈറ്റ് ഇടുമ്പോൾ ഇത്രയും കാണില്ല, പക്ഷെ എന്നാലും കുറച്ച് ബൾബൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടാവും. ഇനി അതിലും മറ്റേ നൂലുകെട്ടിൻ്റെ ബബിൾസ് വെക്കണ്ടേ? പേരുള്ളത് കൂടെ വെച്ചാൽ സൂപ്പറാവും. ഇതിനുള്ള സാരി ഞാൻ പ്ലീറ്റ് എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ നാളെ ഇത് എനിക്കൊരു പണി. ആക്ച്വലി ഞാൻ തന്നെ അവൾക്ക് സാരി എടുത്ത് കൊടുക്കാറ് കേട്ടോ. അമ്മയ്ക്കും ചിഞ്ചുവിനൊക്കെ ഞാൻ തന്നെ സാരി എടുത്ത് കൊടുക്കാറ്. അപ്പോൾ പ്ലീറ്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സാരി പിള്ളേരുടെ ഡ്രസ്സൊന്നും അവിടെ അവർ കളിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്യണം. സമയം ഇപ്പം എത്രയായി? സമയം 9:15. ഇനി അതും കൂടി കഴിഞ്ഞ് മേലൊക്കെ കഴുകിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അച്ഛൻ കട അടച്ചിട്ടില്ല. ആ ഉണ്ണിക്ക് എന്താണെന്നറിയില്ല. നല്ല നല്ല ഫങ്ഷൻസ് എന്തെങ്കിലും വരുമ്പോൾ ആ ഉണ്ണിക്ക് വെയ്യാണ്ടാവും. ഇന്നിപ്പോൾ തലവേദനിക്കണോ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. തലവേദനിക്കണോ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണ്. കുറേ ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല കുഴപ്പങ്ങളൊന്നും. അപ്പോൾ ഇതപ്പോൾ പനി വരുന്ന പോലെയുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റത് 6 മണിക്ക്. ഒരാളെപ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് തന്നെ ഇല്ല. ഓടേണ്ടി വരും. എഴുന്നേക്ക്. ആലോചിക്കണ്ട, നോക്കണ്ട, എഴുന്നേക്ക്. തലമുട്ടണ്ട. പനിയും തലവേദന. പാവം ഉറങ്ങാണ്. എണീച്ചപ്പോൾ മുതൽ പനിയാണ് പറഞ്ഞിട്ടിങ്ങനെ കിടപ്പാണ്. നല്ലൊരു ദിവസമായിട്ട് ഈ പനിയും കാര്യങ്ങളും വന്ന് എന്താ ചെയ്യുക? ഞാൻ പോകാനും വൈകി. പോണ നേരത്തെ ചെക്കന് വയ്യാണ്ടായിക്കാണ്. നമുക്കൊരു ഇടങ്ങാറാണ്. ഇവിടെ ഒരുത്തം കണ്ട സുഖനായിട്ടിരിക്കുന്നു. പാപ്പയെ കുടിച്ചിട്ട് കുറേ ദിവസമായി. ഡോക്ടറെ ഒന്ന് കാണിക്കാം. നാളെ ഉണ്ടാവുള്ളൂ. പനിയായിട്ട് കാര്യമായിട്ട് പനിയില്ല, പക്ഷെ നല്ല തലവേദന. അപ്പം നാളെ കൊണ്ട് കാണിക്കാൻ പറ്റും. ഇന്നിപ്പോൾ സൺഡേ ഇല്ലേ? ഡോക്ടേഴ്സ് എനിക്ക് കാത് കുത്തണ നിങ്ങക്ക് കാത് കുത്തണ സത്തോനെ. ആരും കുളിച്ചിട്ടില്ല. അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി കുളിക്കാൻ റെഡിയാകാൻ പറഞ്ഞു. 8:30 ആകുമ്പോൾ കാത് കുത്താൻ ആൾ വരുന്ന പറഞ്ഞു. 8:30 വരാം ആദ്യം പറ്റും. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് എല്ലാ ബാത്റൂമിലായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കുളിക്കണം. നമ്മൾ കുളിക്കട്ടെ. അതുകൊണ്ട് ആ സമയത്തൊന്ന് എണീപ്പിച്ചാൽ മതി. അതുവരെ കുളിച്ചോട്ടെ. നമ്മുടെ ലളിത കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് നടക്കുകയാണ്. സൂപ്പറായിട്ടുള്ളത്. നമ്മുടെ ചിന്ത ചേച്ചിയെന്ന് പറഞ്ഞാൽ പിന്നെ ചെറുതിനെ റെഡിയാക്കി ചെറുതിനെ കടത്തിയിട്ടുണ്ട്. ഇവിടെ ചെറുത് കിടക്കണുണ്ടോ? ചെറുതിങ്ങനെ സുഖമായി പാമ്പേഴ്സൊക്കെ വെച്ച് കുളിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കണം. വേണ്ട
അവള് എല്ലാം ഒരുങ്ങി എന്നിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 19-ാം തീയതി സൺഡേ ആയിരുന്നു കേട്ടോ കാതുകുത്തുണ്ടായിരുന്നു. അതായത് ഞങ്ങളിതിന് 28 ഫംഗ്ഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ 28-നാണ് ഞങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ കാതുകുത്തും, കണ്ണെഴുതും, പൊട്ടുവയ്ക്കും, പിന്നെന്താ പേരിടൽ ചടങ്ങൊക്കെ ഇന്നത്തെ ദിവസമാണ് കേട്ടോ. മാമൻ മുണ്ടക്കുടുത്ത് റെഡിയായ കാതുകുത്താൻ വേണ്ടിയിട്ട് ഒരു കാതുകുത്തി തരട്ടെ. വെള്ളയും വെള്ളയൊക്കെ ഇട്ടിട്ട് മാമൻ റെഡി ആയിട്ടുണ്ട്. കാതുകുത്താൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം രഞ്ചാടിനും റെഡി ആയി വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് പോകുന്നു. അപ്പുറത്ത് പോയി എൻ്റെ വീട്ടിൽ വെക്കണ ഓക്കെ. കാത് കുത്തുന്ന സമയത്ത് രഞ്ജേട്ടനാകെ, മാമനാണല്ലോ, മോളുടെ മാമനല്ലേ, മരുമകളുടെ കാത് കുത്തുമ്പോൾ ആകെ ടെൻഷനായിരുന്നു കേട്ടോ. ഇത് കുഞ്ഞിനെ എങ്ങനെ എടുക്കാന്ന് പോലും മര്യാദയ്ക്ക് എന്താ പറയുക പഠിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ. പിള്ളേർ കുഞ്ഞിതായിരിക്കുന്ന സമയത്ത് ഇവർ 1 മാസം ലീവിന് വരെ പോവുക, അത്രയല്ലേ ഉണ്ടാവുള്ളൂ, 10-20 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവളെയും ആശുണ്ണീനെയും എടുത്തെടുത്ത് ശീലമായി വരുന്നുണ്ട്. പക്ഷേ ഇത് കാത് കുത്തുന്ന നേരത്തെ എങ്ങനെയാണ് എടുക്കേണ്ടത്, എവിടെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ള് ടെൻഷനായിരുന്നു. എന്നോട് ഇതിനു മുമ്പ് വന്ന് ചോദിക്കരുത് എങ്ങനെ പിടിക്കുക കരഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഈ കാണുന്ന തണ്ടുന്നടിയനുള്ളൂ എങ്ങനെയാണ് ഇന്ന് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കൺഫ്യൂഷനിലായിരുന്നു. ആകുണ്ണിയാണെങ്കിൽ എന്താണെന്നറിയില്ല, കുത്തുന്ന കണ്ടിട്ട് ഭയങ്കര ചിരിയായിരുന്നു. അവനാണെങ്കിൽ നാളെ വന്നിട്ട് ചിഞ്ചു അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിഞ്ചു എനിക്ക് വയ്യ കുത്തുന്നത് കാണാൻ വയ്യ പറഞ്ഞിട്ട് കുത്തുന്ന നേരമാകുമ്പോൾ അവൾ മാറിപ്പോയി, എന്നെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. ആകുണ്ണിക്ക് പനിയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മേലേ കൊടുത്ത് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദനയായിരുന്നു കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഉഷാറേ ഉണ്ടായിരുന്നില്ല, കണ്ടില്ല തൂങ്ങി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവന് വലിയ കളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം ഇതുപോലെ തൂങ്ങി പിടിച്ച് അച്ഛൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്നുമില്ല കരയണ്ട. ഒന്നുമില്ല കഴിഞ്ഞൂട്ടാ കരയണ്ടാ കഴിഞ്ഞൂട്ടാ. കഴിഞ്ഞു കരയണ്ട കഴിഞ്ഞ് സുന്ദരിയായില്ല. സുന്ദരിയായില്ലോ. കഴിഞ്ഞൂട്ടാ.
പേരിനുള്ള സാധനമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിയായി. ചിഞ്ചു കണ്ടില്ലേ റെഡിയായി. അവിടെ എവിടെ നിങ്ങള് എല്ലാവരും റെഡിയായി. എന്തൊരു ചേച്ചി ഇല്ല, സസ്പെൻസ് അല്ലേ. എന്തൊരു ചേച്ചി ഒരുക്കത്തിലാണ് അല്ലേ? എന്തിനോ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ വന്നു കേട്ടോ. ഞങ്ങളെപ്പോഴും വിളിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇത് 2 വളയിൽ, ഒരു വള ആശുണ്ണീൻ്റെ, ഒന്ന് നിത്തുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ 2 പേരുടെ ഓരോ വളയെടുത്ത് രഞ്ജോട്ടൻ ഒക്കെ റെഡിയായി ഗസ്റ്റുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി മുന്നിലിരിക്കുകയായിരുന്നു. വന്നപ്പോൾ നമ്മുടെ ആശുട്ടൻ നല്ല ഉറക്കായി കേട്ടോ. അപ്പോൾ അവന് ആ തിരക്കിൻ്റെ ഇടയിൽ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ അവൻ പിന്നെയല്ല, അവൻ്റെ സമയമാണിത് ഉറങ്ങേണ്ടത്. അപ്പോൾ എന്ത് ബഹളമാണെങ്കിലും അവൻ്റെ സമയമായപ്പോൾ അവൻ ഉറങ്ങി. അങ്ങനെ നമ്മുടെ നിധിക്കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ പായൊക്കെ വെച്ച് അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കുറച്ച് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴേക്കും ആകുണ്ണിക്ക് ഇതാ ക്ഷീണമായി തുടങ്ങി. ഞങ്ങളെല്ലാം ബ്ലൂ ഡ്രസ് കോഡിലായിരുന്നു കേട്ടോ. ഞാനും രഞ്ജേട്ടനും 2 ബാവകളും കൂടി, ആകുണ്ണിയും അശ്വിനിയും കൂടെ. അപ്പോഴേക്കും അവനതൊന്നും വെയ്യ കാണാൻ. അവൻ കുറച്ച് നേരം ചടങ്ങ് തുടങ്ങുമ്പോഴേക്കും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയുള്ള നേരം കൊണ്ട് പിന്നെ അവൻ ഫുൾ ടൈം എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു. പിന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങി. നല്ല പായ വിരിച്ചിട്ട് താഴെ ഇരുന്നിട്ടാണ് കുഞ്ഞിനെ എല്ലാം ഒരുക്കുന്നത് കേട്ടോ. കുഞ്ഞിൻ്റെ ഒരു ഫസ്റ്റത്തെ കല്യാണം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇതിനെ. അപ്പോൾ നിലവിളക്കൊക്കെ കൊളുത്തി അമ്മയാണ് എല്ലാം ചെയ്യേണ്ടത്. നിലവിളക്കൊക്കെ കൊളുത്തി അരിയും പൂവും കുഞ്ഞിനുള്ള വളയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നിലവിളക്ക് കൊളുത്തണം. ഇതിൻ്റെ ഇടയിൽ ഫാനെല്ലാം ഓഫ് ചെയ്ത് നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഫാൻ ഇടാൻ പറ്റില്ലല്ലോ. എൻ്റെ അമ്മയെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ മേമന്മാരും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ടാണ് സെറ്റാക്കിയത് ആക്ച്വലി. അങ്ങനെ ചൂടത്ത് ഫാൻ ഓഫ് ആക്കിയപ്പോഴേക്കും എല്ലാവർക്കും ചൂടെടുക്കാൻ തുടങ്ങി. അങ്ങനെ ചൂടത്ത് ഫങ്ഷൻ സ്റ്റാർട്ടായി. അപ്പോൾ നല്ല എന്താ പറയുക, ദീപം കൊളുത്തി നിലവിളക്ക് കൊളുത്തിയിട്ട് തന്നെ നമുക്ക് ഈ ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആക്ച്വലി എന്താ പറയുക, ഈ ഫങ്ഷന് വരുന്നവർക്ക് 2 പേരെയും കാണാം. ആക്ച്വലി ആശുമോനെയും കാണാം, ചെറിയ നിധിക്കുട്ടീനെയും കാണാം. 2 പേരെയും വിസിറ്റ് ചെയ്യാൻ കാണാൻ ഇതിലാണ് എല്ലാവരും വന്നത് കേട്ടോ. ആക്ച്വലി 2 പേരെ എല്ലാവരും അന്വേഷിക്കുകയായിരുന്നു. അശുമൻ നേരത്തെ ഉറങ്ങിയത് കൊണ്ട് പിന്നെ എത്തി നോക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ കുഞ്ഞിൻ്റെ അച്ഛമ്മ വന്നിട്ട് അച്ഛമ്മേൻ്റെ മടിയിൽ എത്തിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര രാവിലെ കാതുകുത്തിയതിൻ്റെ കരച്ചിൽ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. തൊടുമ്പോൾ വേദന എടുക്കുമല്ലോ, അതുകൊണ്ട് നല്ല കരച്ചിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഞങ്ങളുടെ 28 അല്ലെങ്കിൽ നൂലുകെട്ട് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 28 വരെ ഞങ്ങൾ കുഞ്ഞിനൊന്നും ചെയ്ത് കൊടുക്കില്ല കേട്ടോ. ഒരു കൺമഷിയോ പൊട്ടോ ചന്ദനോ ഒന്നും വെച്ച് കൊടുക്കില്ല. പക്ഷേ ഉണ്ണീൻ്റെ ഇടയിൽ കൂടെ പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാലിൻ്റെ അടിയിലോ അവിടെ എവിടെയൊക്കെ ചുമ്മാ ഒരു കറുപ്പ് കുത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ചരട് കെട്ടും എന്നൊക്കെ. പക്ഷേ ഞങ്ങളങ്ങനെയൊന്നും ചെയ്യില്ല. 28-നാണ് ആദ്യമായിട്ട് എല്ലാം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെയ്ത് കൊടുക്കുന്നത് അമ്മായി അച്ഛമ്മയും കൂടിയിട്ടാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുഞ്ഞിൻ്റെ. അപ്പോൾ അവരാണ് കുഞ്ഞിനുള്ള സകല സാധനങ്ങളും കൊണ്ടുവരിക. അവരുടെ സാധനങ്ങളായിരിക്കും ഫുള്ളും ഇട്ട് കൊടുക്കുക. അവർ ഫസ്റ്റ് വെള്ളം കൊണ്ട് കുഞ്ഞിൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ച് വിട്ടിട്ട് അവർ കൊണ്ടുവന്ന ടർക്കിയിലാണ് കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് കുഞ്ഞിന് ആദ്യം എന്താ പറയുക, ആദ്യം കൺമഷിയൊക്കെ കൊണ്ട് ആദ്യം കരി വരയ്ക്കുക എന്നാണ് പറയുക കേട്ടോ. കണ്ണെഴുതുക, പൊട്ട് തൊടുക, പുരുക എഴുതി കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മായിക്കാണ് ആ സ്ഥാനമുള്ളത്. അപ്പോൾ അമ്മായിയാണ് അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ അവൾ പെൺകുട്ടിയല്ലേ, മേക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അവൾ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചത് എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരുക്കി നടത്താനൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെ അമ്മായി ആണ് കണ്ണും പിരുകോ പൊട്ടൊക്കെ തൊട്ട്
സുന്ദരിയാക്കുക അവളെ കമ്മലിട്ടപ്പോൾ തന്നെ ഫേസ് ആകെ മാറിപ്പോയി കേട്ടോ. അങ്ങനെയായിരുന്നു. പിന്നെ മൊത്തത്തിൽ ചൂടും വിയർപ്പും അവൾക്ക് കാതുകുത്തിയതിൻ്റെ വേദന എല്ലാം പാടെ ആയിട്ട് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കരച്ചിൽ തന്നെ ആയിരുന്നു. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഇവർ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും ഇരിക്കേണ്ടായിരുന്നു. കാരണം കുഞ്ഞിന് ഇടങ്ങാറാവുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ രീതിക്കൊന്നും ചെയ്തില്ല. എല്ലാം വെറുതെ ജസ്റ്റ് ഒന്ന് തൊട്ട് ചെയ്തു, അത്രേനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ണെഴുതി പൊട്ട് തൊട്ടില്ല. കരി അണീക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നല്ല കറുത്ത കരിവള ഇട്ട് കൊടുക്കുക. അതാണ് ഫസ്റ്റ് പരിപാടി. കരിവള ഇട്ട് കൊടുത്ത് ട്ടാണ് പിന്നീടുള്ള ഗോൾഡൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അവൾക്ക് അവർ കൊണ്ടുവന്ന് പുത്തൻ ഡ്രസ്സ്, നല്ല കുഞ്ഞുടുപ്പ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നിത്തും ഇവൾക്കും സെയിം കളർ ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സുന്ദരി കുട്ടിയായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണുമ്പിരിക്കൊക്കെ എഴുതിയ വേറൊരു ഫേസ് കട്ടായിരിക്കുമല്ലോ, ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അവൾക്കിനി ബാക്കിയുള്ള പാദസരം, മാല, വള അതെല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം നിത്തു ആകെ ടെൻഷനായിരുന്നു കരച്ചിൽ കണ്ടിട്ട്. അവളുടെ അനിയത്തിയല്ലേ എന്തീ കാട്ടുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ സമയത്ത് ആക്ച്വലി എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ കൂള് വെക്കും. പിന്നെ തേന്, വയമ്പ്, ചന്ദനം, സ്വർണം ഇതെല്ലാം ഉരച്ച ഒരു കൂട്ട്, ഇതെല്ലാം കൂടെ കുഞ്ഞിൻ്റെ ദേഹത്തും പുരട്ടും. പിന്നെ കൂള് വെച്ചത്, റാഗി വെച്ചത് കുഞ്ഞിൻ്റെ വായിൽ ഇച്ചിരി ഒന്ന് നുണയ്ക്കാൻ കൊടുക്കും കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വെറുതെ ഇലയിൽ തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളാരും ടെൻഷൻ ആവണ്ട. കുഞ്ഞിൻ്റെ വായിൽ അതൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതൊന്നും ചിഞ്ചു ഞാനും കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അച്ഛനല്ലേ മാമനല്ലേ എല്ലാം പറഞ്ഞിട്ട് വായിൽ ഇത്തിരി നുണയട്ടെ പറഞ്ഞിട്ട് കൈയൊക്കെ കഴുകി പാത്രം വെച്ചിട്ടുണ്ടാവും വെള്ളം ആക്കിയിട്ട്. അപ്പോൾ അതിലൊക്കെ കഴുകി എന്നിട്ട് കുഞ്ഞിൻ്റെ വായിൽ ഇത്തിരി കൊടുക്കും. തലയിൽ അരിയും പൂവും വെച്ച് കൊടുക്കും. എല്ലാവരും നന്നായിട്ട് അനുഗ്രഹിക്കും. ഇനി കുഞ്ഞിന് പേര് വിളിക്കുന്ന ചടങ്ങാണ് കേട്ടോ. പേരെല്ലാം ഇവർ ഓൾറെഡി സെലക്ട് ചെയ്തിരുന്നു. നിധി എന്നാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ. നിത്താര, മൂത്തവൾക്ക് നിത്താര, ചെറുതിന് നിധി. നിത്താര, നിധി അങ്ങനെയായിരുന്നു പേര് കേട്ടോ. അപ്പോൾ പേരിനി ചെവിയിൽ 3 വട്ടം വിളിക്കുക. അപ്പോൾ അവളുടെ അച്ഛമ്മയാണ് ഫസ്റ്റ് വിളിച്ചത്. അതിനുശേഷം അവളുടെ അച്ഛൻ വെറ്റില ഒരു ചെവിയിൽ വെച്ച് പൊത്തിപ്പിടിച്ചിട്ട് പിന്നെ അവളുടെ അച്ഛനും പേര് വിളിക്കും. ആക്ച്വലി പണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ വേറെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് 6-ാം മാസത്തിൽ ഗുരുവായൂർ പോയി ഒരു ചോറൂണുണ്ട്. ചോറൂണിൻ്റെ അന്നാണ് പേരിടുക കേട്ടോ. അതുവരെ പേരൊന്നും ഇടില്ല, സെലക്ട് ചെയ്തിട്ടുമില്ല. ചുമ്മാ ദൈവങ്ങളുടെ എന്തെങ്കിലും പേര് വിളിക്കും. കണ്ണാന്നോ കുഞ്ഞീന്നോ അങ്ങനെ എന്തെങ്കിലും നിക് നെയിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ശരിക്കും പേര് 6-ാം മാസത്തിൽ ചോറ് കൊടുക്കുമ്പോഴാണ് പോയിടുക. അപ്പോൾ പിന്നെ എങ്ങനെയായി, പിന്നെ ആശുവിൻ്റെ ആകുമ്പോൻ്റെയൊക്കെ പേര് ഓൾറെഡി ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്ത് അവിടെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നെയിം റിവീൽ ചെയ്യുന്നൊരു ചടങ്ങായിരുന്നു. അപ്പോൾ അതിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് ചെയ്യിച്ചത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ അവളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് നിത്താര ചേച്ചിയുടെ നിധിമോൾ എന്നാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നെയിമെല്ലാം റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ചോക്ലേറ്റ്സ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഞാൻ കണ്ടത്. നെയിം റിവീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാക്കി കിട്ടിയതാണ് കേട്ടോ ഈ തെർമോക്കോളിൻ്റെ കുഞ്ഞു മണികൾ. അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷൻസായി. ഞങ്ങളുടെ ഫാമിലി ഫുള്ള്, അവരുടെ ഫാമിലി ഫുള്ള്, അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോഷൂട്ടിന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ബ്ലൂ ഡ്രസ് കോഡ് ആയതുകൊണ്ട് കാണാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. നിത്തുവിൻ്റെ 28-ന് ഞങ്ങളെല്ലാവരും സെറ്റ് മുണ്ടിൽ സെറ്റ് സാരിയിലും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആണ് ഇവർ രണ്ടുപേരും സെറ്റ് സാരി ആക്കിയപ്പോൾ ഞങ്ങൾ ശരി എന്നാൽ ബ്ലൂ ഡ്രസ് കോഡ് ആക്കാമെന്ന് പറഞ്ഞു.
കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ 4 പേരുടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ആകുണിൻ്റെ ഡ്രസ്സൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് തലേന്നാണ് ആക്ച്വലി വന്നത് തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു എത്തില്ല എന്ന്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് എത്തി. പിന്നെ കുഞ്ഞുവാവ ഒന്ന് കരച്ചിലൊക്കെ ഒന്ന് മാറി സെറ്റായി, പിന്നെ ആൾ ഉഷാറായി കേട്ടോ. അങ്ങനെ ഒരു 11 മണിയാകുമ്പോഴേക്ക് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫോട്ടോസ് എടുക്കലും ഫോട്ടോഷൂട്ട്, ഇവരുടേതായ ഫാമിലി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചെറിയച്ചന്മാരുടെ വലിയച്ചന്മാരുടെയൊക്കെ മക്കളും കുട്ടികളൊക്കെ കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫോട്ടോഷൂട്ടിന് വേണ്ടി മേലേക്ക് പോവുകയാണ്. അപ്പം ഇപ്പോഴൊന്നും ആശുണ്ണിനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാരണം ആശുണ്ണി ബഹളത്തിൻ്റെ ഇടയിലെല്ലാം സുഖമായിട്ട് ഉറങ്ങായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ എഴുന്നേറ്റത്. അവൻ എഴുന്നേറ്റപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു കേട്ടോ അവനെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവനാണെങ്കിൽ കരയുമില്ല, ഒന്നും ചെയ്യില്ല, നല്ല ആരെടുത്താലും പോവും പറഞ്ഞിട്ട് നല്ല ഉഷാറോടു കൂടിയായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി സദ്യ വിളമ്പാനുള്ള ടൈമായി. അപ്പം ഞങ്ങളൊക്കെ വീട്ടുകാരെ നമ്മൾ ലാസ്റ്റല്ലേ കഴിക്കുക. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇടയിൽ പിന്നെയും ബാക്കി കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുക്കണമല്ലോ, അതെന്തായാലും നിർബന്ധമാണല്ലോ. 28 ഞങ്ങൾ അടിപൊളിയായിട്ട് ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ആ ഷൂട്ടിന് അപ്പോൾ എഴുന്നേറ്റ് നല്ല ഉഷാറോട് കൂടിയിട്ടുണ്ടായിരുന്നതും കൊണ്ട് എല്ലാവരും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഭക്ഷണം കഴിക്കാൻ നല്ല അടിപൊളി സദ്യയായിരുന്നു. നല്ല പാലടയൊക്കെ ആയിട്ടുള്ള നല്ല സദ്യ. ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ആ മരച്ചോട്ടിലാണ് പന്തലൊക്കെ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഊണ് കഴിക്കുമ്പോഴൊന്നും വലിയ ചൂടധികം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫുള്ള് നടത്തും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി കേട്ടോ. അപ്പോൾ ഇതാണ് അത് കഴിഞ്ഞിട്ടുള്ള വീടിൻ്റെ അവസ്ഥ. ആ തെർമോക്കോൾ ഫുള്ള് എല്ലാവരുടെയും പരന്ന് കിടക്കായിരുന്നു. ഞങ്ങൾക്ക് ഇത് ഇങ്ങോട്ടടിച്ച് അങ്ങോട്ട് പോകുന്ന സാധനമായിരുന്നു. എല്ലാവരുടെയും മൊത്തത്തിലായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇനി ഓരോ പ്രാവശ്യം ഓരോ ദിവസം അടിച്ചു വരുമ്പോഴും ഓരോ മുക്കുന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടോ, എന്നാലാണ് ഇതൊക്കെ പോവുള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഈ ചൂടത്തൊന്ന് ഈ വലിച്ചു കയറ്റിയ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഫ്രീ ആയിട്ടോ. ഗസ്റ്റുകൾ വന്നവരെല്ലാം പോയി, എൻ്റെ അമ്മ മാത്രം ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു പിന്നെ പോയാൽ മതി എന്ന്. പറ്റും പിള്ളേരൊക്കെ ക്ഷീണിച്ച് കിടന്നുറങ്ങി, എനിക്കും ഭയങ്കര ക്ഷീണമായി. ഞങ്ങളൊക്കെ മാറി. പിന്നെ ആശുമോൻ എന്താണെന്നറിയില്ല, എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ ഭയങ്കര കളിയായിരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് 2 മണിയായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പറായിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നതിന് ശേഷം കാറ്ററിങ്ങിൻ്റെ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്തെല്ലാം അവൻ ഭയങ്കര കളിയായിരുന്നു. കാരണം പരിപാടി തീരുന്ന നേരം നന്നായി ഉറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെയും ഉറങ്ങി, എന്നിട്ട് എഴുന്നേറ്റുള്ള കളിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് അവൻ നല്ല എനർജി ആയിരുന്നു, നല്ല രസമായിരുന്നു. 2 പേരും കൂടി. രഞ്ജോട്ടനാണെങ്കിൽ 2 ദിവസം കൂടിയുള്ള തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ കൂടെ നല്ല കളിയായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് രഞ്ജോട്ടന് ക്ഷീണമായി, കുറേ നേരം അവിടെ കിടന്നു. എല്ലാവർക്കും ക്ഷീണമായി, ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഓരോ മുക്കിലിരുന്നു കേട്ടോ. ഞാനും അതേപോലെ ഒരു സീറ്റ് പിടിച്ച് അവിടെ ഇരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് പന്തലഴിക്കാനൊക്കെ പിള്ളേർ വന്നു. പന്തലഴിച്ച് മുറ്റമൊക്കെ നല്ല അടിപൊളി വെയിലും കൊണ്ട് അടിപൊളിയായിട്ട് കിടക്കായിരുന്നു കേട്ടോ. മുറ്റമൊക്കെ അഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. പത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, കാറ്ററിംഗ് പത്രങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ നൂലുകെട്ടുള്ള വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.